പ്രഭാത നടത്തത്തിനിടെ വിശേഷം തിരക്കിയ മന്ത്രിയോട് 3 മാസത്തെ ശമ്പളം കിട്ടാത്തതിൻ്റെ വിഷമം പറഞ്ഞു ഹരിതകർമ്മ സേനാംഗങ്ങൾ. ആലപ്പുഴ ബീച്ചിലെ ശുചീകരണ തൊഴിലാളികളാണ് മന്ത്രി എം വി രാജേഷിനോട് ഈ പ്രശ്നം പറഞ്ഞത്. ജില്ലാ കളക്ടറോട് സംസാരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണാം എന്ന് മന്ത്രി ഉറപ്പ് നൽകി അദ്ദേഹം പോയി. കുടുംബശ്രീയുടെ ഫണ്ടിലാണ് വരുന്നത്. അത് നമുക്ക് 6 മാസത്തെ ഫണ്ടാണ് വരുന്നത്. നമുക്ക് ഇപ്പോൾ തന്നെ ഓൾറെഡി 2.5 മാസം കുടിശ്ശികയായിട്ടാണ് നമുക്ക് ഈ ഫണ്ട്, നമുക്ക് ശമ്പളം കുടിശ്ശികയാണ്. അപ്പം നമുക്ക് പറഞ്ഞത് സാധാരണഗതിയിൽ കുടുംബശ്രീ DTPCക്ക് വേണ്ടി ചെയ്യുമ്പോൾ DTPC ആയിരിക്കല്ലോ തരേണ്ടി വരും. ചോദിക്കട്ടെ കളക്ടറോട് നിന്ന് കേട്ടോ. ആലപ്പുഴയിൽ നിന്നും മനീഷ് മോഹിവാൽ നമുക്കൊപ്പം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇങ്ങനെ ഇന്ന് രാവിലെ നടക്കാൻ പോയപ്പോഴായിരുന്നു മന്ത്രി എം വി രാജേഷിനോട് വർത്തമാനം പറയാൻ പോയ സമയത്താണ് ഇത്തരത്തിൽ പരാതികൾ ഇവർ പറഞ്ഞത്. നേരത്തെ നമ്മൾ ഓണക്കാലത്ത് ഇവരുടെ ദുരിതത്തെപ്പറ്റി, ഇവരുടെ കഷ്ടപ്പാടുകളെപ്പറ്റി നമ്മൾ പൊതുജനം കഴുതയല്ല സാർ പരിപാടിയിൽ നേരത്തെ തന്നെ ഇവരുടെ ദുരിതത്തെപ്പറ്റിയുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തതാണ്. ആ സമയത്ത് ഇവർക്ക് 4 മാസത്തെ ശമ്പളം കുടിശ്ശികയായിരുന്നു. വാർത്തയെ തുടർന്ന് ഓണം കഴിഞ്ഞ് പിന്നെ ഇവർക്ക് ശമ്പളം കുടിശ്ശിക തീർത്ത് കിട്ടിയിരുന്നു. വീണ്ടും ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശികയാണുള്ളത്. 54 തൊഴിലാളികളാണുള്ളത്. ഈ 54 തൊഴിലാളികളിൽ 10 പേർ വിധവകളാണ്. 44 പേർ ആലപ്പുഴ ബീച്ചിലും 12 പേർ ആലപ്പുഴ പുന്നമടയിലുമാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് ദിവസ ശമ്പളം ഒരു ദിവസം 415 രൂപയാണ്. കഴിഞ്ഞ 7 വർഷമായി ഇവർക്ക് യാതൊരു വിധത്തിലുള്ള വർധനവും ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ശുചീകരണ തൊഴിലാളികളുണ്ട്. പക്ഷേ ആലപ്പുഴയിൽ മാത്രമാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ്റെ കീഴിലുള്ള ഈ പണിയെടുക്കുന്ന ഇത്തരം ശുചീകരണ തൊഴിലാളികൾക്ക് ശമ്പള കുടിശ്ശിക വരുന്നത്. നേരത്തെ തന്നെ മന്ത്രി ജി സുധാകരൻ പറഞ്ഞിരുന്നു, ആലപ്പുഴയിലെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അഴിമതിയുടെ കൂത്തരങ്ങാണ്, അയ്യരുകളിയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. നിലവിൽ ഈ ബീച്ചിലെ തന്നെ കാർ പാർക്കിംഗ് സൗകര്യത്തിനുള്ള ഫീസ് ഈടാക്കുന്നത് ഇവർക്ക് ദിവസവേതനം ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോഴും ഇവർക്ക് 3 മാസത്തെ ശമ്പളം കുടിശ്ശികയാണ്. ഒപ്പം തന്നെ 20 വർഷമായി ജോലി ചെയ്യുന്ന ആളുകളെ ഇപ്പോഴും സ്ഥിരപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. ഇത് സംബന്ധിച്ച് DTPC നൽകുന്ന മറുപടി, സർക്കാർ പണം നൽകിയിട്ടില്ല, സർക്കാർ യഥാസമയം പണം നൽകിയാൽ ഇവർക്ക് പണം കൃത്യസമയത്ത് കൊടുക്കാനാവുമെന്നാണ്. എന്താണെങ്കിലും ആരുടെ ഭാഗത്താണ് വീഴ്ചയെന്നറിയില്ല. ഈ 44ഓളം തൊഴിലാളികൾക്കാണ് കഴിഞ്ഞ 3 മാസമായി ഈ ശമ്പളം കുടിശ്ശികയുള്ളത്. അവർ പരാതി നിലവിൽ മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിനോട് കാര്യത്തെപ്പറ്റി അന്വേഷിച്ച് അതിനുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാമെന്നാണ് മന്ത്രി എന്തായാലും ഉറപ്പ് നൽകിയിട്ടുള്ളത്. എസ് കെ. ഓക്കെ, മനീഷ് മോഹിവാൽ.